ഈശോയിൽ ഏറ്റവും സ്നേഹം നിറഞ്ഞവരെ, വചന യാത്രയിലേക്ക് സ്വാഗതം. നമ്മൾ വായിക്കുന്ന വചനഭാഗം മത്തായിയുടെ സുവിശേഷം 1-ാം അധ്യായം 18 മുതൽ 24 വരെയുള്ള വാക്യങ്ങളാണ്. ഏറ്റവും പരിചയമുള്ള ഒരു വചനഭാഗമാണ് നമ്മളിന്ന് വായിക്കുന്നത്. പല ആവർത്തി നമ്മൾ വായിച്ചിട്ടുള്ള വചനഭാഗമാണ്. പ്രത്യേകിച്ച് ഈ ഒരു കാലഘട്ടത്തിൽ നമ്മൾ വായിക്കുകയും മനസ്സിലാക്കുകയും ചെയ്യേണ്ട ഒരു വചനഭാഗമാണ്. പക്ഷേ എനിക്ക് പെട്ടെന്ന് ഈ വചനഭാഗത്തിൽ ഒരു വ്യക്തിയെക്കുറിച്ച് കൂടുതൽ പറയാനായിട്ട് ഒരാഗ്രഹം തോന്നുന്നു. വേറെ ആരുമല്ല, യൗസേപ്പിതാവാണ്. ഈ ഒരു മനുഷ്യൻ്റെ ചങ്കൂറ്റമാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. അദ്ദേഹം ധൈര്യത്തോടെ അതേ എന്ന് പറയുവാൻ കാണിച്ച ആ മനോഭാവമാണ് ഒരുപക്ഷെ നമുക്ക് ഏറ്റവും കൂടുതൽ പ്രചോദനം നൽകുന്നത്. അദ്ദേഹത്തെ സംബന്ധിച്ചിടത്തോളം വളരെയധികം നിർണായകമായ ഒരു പ്രതിസന്ധി ഘട്ടത്തിലൂടെ കടന്നു പോവുകയായിരുന്നു. പക്ഷെ അവിടെ മനുഷ്യ ലൈംഗികതയേക്കാൾ കൂടുതൽ ദൈവത്തിൻ്റെ പദ്ധതിയെ കൂടുതൽ സ്നേഹിക്കുവാൻ, അല്ലെങ്കിൽ ദൈവം തന്നോട് പറഞ്ഞ കാര്യങ്ങൾ ഗ്രഹിച്ചുകൊണ്ട് അതേ എന്ന് ഉത്തരം കൊടുക്കുവാനായിട്ട് ഇദ്ദേഹം കാണിച്ച ആ മനോഭാവമാണ് നമ്മളിന്ന് മനസ്സിലാക്കുന്നത്. ഈ കുടുംബത്തെ സംബന്ധിച്ചിടത്തോളം ഈ കുടുംബത്തിൻ്റെ സ്റ്റാർ ആരാണെന്ന് ചോദിച്ചാൽ യൗസേപ്പിതാവ് നമ്മൾ പറയേണ്ടി വരും. കാരണം വളരെ മൗനമായി, ശാന്തമായി പരിശുദ്ധ കന്യകാമറിയത്തെ ഇത്രയേറെ സംരക്ഷിക്കുകയും അവൾക്ക് ആവശ്യമായ എല്ലാ കാര്യങ്ങളും ചെയ്തു കൊടുക്കുവാൻ യൗസേപ്പിതാവിന് സാധിക്കുന്നുണ്ട്. തീർച്ചയായിട്ടും ഇദ്ദേഹത്തിനെ സ്റ്റാർ എന്ന് നമ്മൾ വിളിക്കേണ്ടിയിരിക്കുന്നു. നമ്മുടെ എല്ലാവരുടെയും ജീവിതത്തിൽ, അല്ലെങ്കിൽ നമ്മുടെയൊക്കെ കുടുംബത്തിൽ യൗസേപ്പിതാവിനെ പോലെ ഒരു സ്റ്റാർ ഉണ്ടാവാറുണ്ട്. ഒരുപക്ഷെ നമ്മുടെ അപ്പനായിരിക്കാം, അമ്മയായിരിക്കാം, മക്കളായിരിക്കാം, സഹോദരങ്ങളായിരിക്കാം. അത് ഒരു കുടുംബത്തിൻ്റെ അനുഗ്രഹമാണ്. ഈശോ ആ കുടുംബത്തിന് ഒരു സ്റ്റാറിനെ നൽകാറുണ്ട്, ഒരു നക്ഷത്രത്തിന് നൽകാറുണ്ട്. ആട്ടിടയന്മാർക്ക് നക്ഷത്രം വഴികാട്ടിയായതുപോലെ നമ്മുടെ എല്ലാവരുടെയും കുടുംബത്തിൽ യൗസേപ്പിതാവിനെ പോലെ കണ്ടറിഞ്ഞ് മനസ്സിലാക്കി മറ്റുള്ളവരെ പരസ്പരം കണക്റ്റ് ചെയ്യാനുള്ള, അല്ലെങ്കിൽ ഒരു പ്രശ്നമുണ്ടാകുമ്പോൾ ആദ്യമേ വന്ന് അത് ഇടപെട്ട് തീർക്കുവാനുള്ള ഒരു മനസ്സുള്ള ഒരു സ്റ്റാർ നമ്മുടെ എല്ലാവരുടെയും കുടുംബത്തിലുണ്ട്. അത് എല്ലാ കുടുംബത്തിനും കിട്ടുന്ന ഒരു അംഗീകാരമാണ്, അനുഗ്രഹമാണ്. തീർച്ചയായും ഈ ക്രിസ്മസ് കാലയളവ്, അല്ലെങ്കിൽ അതിനുവേണ്ടി ഒരുങ്ങുന്ന ഈ കാലയളവ് നമ്മളെ സംബന്ധിച്ചിടത്തോളം ക്രിസ്മസ് എന്ന് പറയുന്നത് ആർഭാടങ്ങളുടെയോ വസ്ത്രങ്ങളുടെയോ ആഹാരത്തിൻ്റെയോ ഒന്നും ഒരു കാലഘട്ടമല്ല. മറിച്ച് വ്യക്തിപരമായി നമ്മളിൽ പുതുതായി നമ്മൾ സൃഷ്ടിക്കുന്ന നല്ല മാറ്റങ്ങളുടെ കാലമാണ്. ഒരു നക്ഷത്രമായി നിൽക്കുക എന്ന് പറയുന്നത് അത്ര എളുപ്പമുള്ള കാര്യമല്ല. എല്ലാവർക്കും ഒരുപോലെ പ്രകാശം നൽകുവാനായിട്ട് ആ നക്ഷത്രത്തിന് സാധിക്കണം. എപ്പോഴും ഉയർന്നു നിൽക്കണം, എല്ലാവരും കാണുന്ന രീതിയിൽ. യൗസേപ്പിതാവ് അത്രേ ചെയ്തിട്ടുള്ളൂ. യേശുവിൻ്റെ ഏറ്റവും വലിയ അംഗീകാരം എന്താണ്? അവൻ ആ തച്ചൻ്റെ മകനല്ലേ എന്ന് പറയുന്നതാണ്. മത്തായിയുടെ സുവിശേഷം 13-ാം അധ്യായം 55-ാം വാക്യത്തിൽ നമ്മൾ വായിക്കുന്നുണ്ട്, അവൻ ആ തച്ചൻ്റെ മകനല്ലേ. ഈശോ അഭിമാനത്തോട് പറയും, ഞാൻ തച്ചൻ്റെ മകനാണെന്ന്. യൗസേപ്പിതാവിനും അത് കേൾക്കുമ്പോൾ എന്തുമാത്രം സന്തോഷം ഉണ്ടാവും. തീർച്ചയായിട്ടും നമുക്ക് ചിന്തിക്കാം, ഇതുപോലൊരു സ്റ്റാർ എൻ്റെ ജീവിതത്തിലുമുണ്ട്, അല്ലെങ്കിൽ അതുപോലൊരു സ്റ്റാറായിട്ട് മാറുവാനായിട്ട് എനിക്ക് ദൈവം നിരവധി സാധ്യതകൾ തന്നിട്ടുണ്ടായിരുന്നു. അതിനെയൊക്കെ ഉപയോഗപ്പെടുത്തുവാൻ എനിക്ക് സാധിച്ചു. ദ ചോസൻ ടെലിവിഷൻ സീരീസാണ്, മനോഹരമായൊരു സീരീസ് മൂവിയാണ്. അതിലെ ജീസസായിട്ട് അഭിനയിച്ചിരിക്കുന്നത് ജൊനാഥൻ റോമിയാണ്. ഒരിക്കലൊരു ഇൻ്റർവ്യൂവിൽ ജൊനാഥനോട് ചോദിച്ചു, ഈശോടൊപ്പം ഇരുന്ന് ഒരു കോഫി കുടിക്കാൻ ചാൻസ് കിട്ടിയാൽ നീ ഈശോയോട് എന്ത് ചോദിക്കും? അപ്പോൾ ജൊനാഥൻ പറഞ്ഞു, ഞാൻ ഈശോയോട് ചോദിക്കും, ഈശോയെ ഞാൻ നന്നായിട്ട് ചെയ്തോ?
നീ ആഗ്രഹിച്ചതുപോലെ തന്നെയാണോ ഞാൻ നന്നായിട്ട് അഭിനയിച്ചിട്ടുണ്ടോ എന്ന് ഞാൻ ഈശോയോട് ചോദിക്കുമെന്ന് പറഞ്ഞു. സ്നേഹമുള്ളവരെ, നമ്മുടെ എല്ലാവരുടെയും ജീവിതത്തിലും ഈ ഒരു സങ്കല്പം ഉണ്ടാകണം. ഈശോയോടൊപ്പം ഒരു പ്രാവശ്യമെങ്കിലും കോഫി കുടിക്കാൻ ചാൻസ് കിട്ടിയാൽ ഞാൻ ഈശോയോട് എന്ത് ചോദിക്കും? വളരെ പ്രസക്തമായൊരു ചോദ്യമായിരിക്കും. കാരണം അതിൻ്റെ ഉത്തരം അതിലേറെ പ്രസക്തമാണ് എന്നതുകൊണ്ട് തന്നെ നമ്മൾ ഓരോ ദിവസവും ചോദിക്കേണ്ട ഒരു ചോദ്യമാണ്. ജോനാഥൻ പറഞ്ഞതുപോലെ, യേശു ഞാൻ നന്നായിട്ട് ചെയ്തോ എന്ന് ചോദിക്കുമ്പോൾ യേശുവിൻ്റെ മറുപടി വളരെ പ്രധാനമാണ്. നമ്മൾ എല്ലാ ദിവസവും ചോദിക്കേണ്ട ഒരു ചോദ്യമാണ്. യേശു ഞാൻ നന്നായിട്ട് ചെയ്തോ? ഞാൻ നന്നായിട്ട് ജീവിക്കുന്നുണ്ടോ? ഞാൻ കുറച്ചുകൂടെയൊക്കെ മെച്ചപ്പെട്ടൊരു ജീവിതം തിരഞ്ഞെടുക്കാനായിട്ട് ശ്രമിക്കുന്നുണ്ടോ എന്നൊക്കെ ഈശോയോട് ചോദിക്കുവാനായിട്ട് നമുക്ക് സാധിക്കണം. തീർച്ചയായും ഈ ഒരു കാലഘട്ടം ഒരുക്കത്തിൻ്റെ കാലഘട്ടമാണ്. സമയം വൈകിട്ടില്ല, ഇനിയും സമയമുണ്ട്. നമുക്ക് ഒരുങ്ങാം, ആധ്യാത്മികമായിട്ട് തന്നെ ഒരുങ്ങാം. ഈശോ ആഗ്രഹിക്കുന്ന രീതിയിൽ മറ്റുള്ളവരെ സ്നേഹിച്ചും മറ്റുള്ളവർ ആഗ്രഹിക്കുന്ന ജീവിതം അത് മറ്റുള്ളവർക്കും കൊടുക്കുവാനുള്ളൊരു മനസ്സ് നമുക്കുണ്ടാകട്ടെ എന്ന് ആത്മാർത്ഥമായിട്ട് നമുക്ക് പ്രാർത്ഥിക്കാം. ദൈവം നമ്മളെല്ലാവരെയും സമൃദ്ധമായി അനുഗ്രഹിക്കട്ടെ.